ഈ സഭയിൽ വെച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സാർ. നോക്കണം, നമ്മൾ പ്രായലിംഗ വ്യത്യാസമില്ലാതെ നമ്മളുടെ ചെറുപ്പക്കാരെ കാർന്നു തിന്നുന്ന ക്യാൻസറായി ലഹരി മാറുമ്പോ ആ ലഹരി മാഫിയ അഴിഞ്ഞാടിയ 10 വർഷക്കാലം നമ്മൾ കണ്ടു. അവിടെയാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു, തൂഫാൻ. ആ തൂഫാനിലൂടെ ഇന്ന് കേരളത്തിൽ അഭിമാനത്തോടെ പറയട്ടെ സാർ, കേരളത്തിലൊരു ആഭ്യന്തരമന്ത്രിയുണ്ട്, കേരളത്തിലൊരു സർക്കാരുണ്ട് എന്ന് തെളിയിച്ച ഈ സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരും ഉമ്മമാരും രക്ഷിതാക്കളും ഈ സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ് സാർ. അതിന്റെ കൂടെ ഞാനും അതിന്റെ കൂടെ നിൽക്കുകയാണ് സാർ. ഈ പദ്ധതിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. അതോടൊപ്പം ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ ബഹുമാനപ്പെട്ട വടകരയുടെ ജനനായകൻ, മുൻപ് പാലക്കാടിന്റെ MLA ആയി ഇന്ന് വടകരയുടെ MP ആയ ശ്രീ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വടകരയിലൂടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഷാഫി പറമ്പിൽ കാല് വെച്ചാണ് നടക്കുന്നത് സാർ. ഇവിടുത്തെ പാറക്കൽ അബ്ദുള്ള ജനനായകനാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തി സഭയിലേക്ക് വന്ന ആളാണ്. പാറക്കൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കി അദ്ദേഹം കാല് വെച്ചാണ് സാർ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ച് CPM-ന്റെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു വെല്ലുവിളിയാണ്. എന്താ വെല്ലുവിളി? MP-യെയും MLA-യും കാല് കുത്തിക്കില്ല സാർ. എന്താ കാരണം അറിയോ? കഴിഞ്ഞ വടകരയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ RSS-ന് പഠിക്കുന്ന CPM നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ, വിഭജനം ഉണ്ടാക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു നാണം കെട്ട നാറിയ ഏർപ്പാടുമായി മുന്നോട്ട് പോയി സാർ. അവിടെ പോലീസ് അനങ്ങിയില്ല സാർ. ഇത്രയും നാള് അവരെ പിടിച്ചില്ല സാർ. ഇപ്പൊ ഒരു സർക്കാരുണ്ട്, സർക്കാരില്ലായ്മ മാറി. ഒരു സർക്കാരുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അന്വേഷണം നടന്നപ്പോ ഇതിലെ പ്രതികൾ CPM-കാരനെ ലോക്കൽ കമ്മിറ്റി അംഗം അവനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പ്രതിഷേധ പരിപാടിയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഇപ്പോഴും, ഞാൻ സത്യം പറയാനും കരുതി CPM ഒക്കെ പഠിച്ചു ജനങ്ങളോട് അടുക്കുകയാണെന്ന്, പക്ഷേ രക്ഷയില്ല. ആ പ്രസ്താവനയോടുകൂടി എന്തെങ്കിലും താല്പര്യം CPM-നോട് ഉണ്ടായിരുന്ന ആളുകൾ പോലും അതൊക്കെ അവസാനിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പൊതുജനത്തിനെ വെല്ലുവിളിക്കരുത്. നിങ്ങൾ വെല്ലുവിളിച്ചോ, നിങ്ങൾക്ക് സ്വാഭാവിക സമരങ്ങളൊക്കെ ഞങ്ങളും കണ്ടതാണ്, അതിന് ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജനനായകരെയൊക്കെ വെല്ലുവിളിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നതിന്റെ അതിന്റെ അയലത്ത് പോലും ഇനി ഉണ്ടാകില്ല നിങ്ങളുടെ പിന്തുണ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് സാർ. അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ, ഇവിടുത്തെ ഈ ഭീഷണിയും വെപ്രാളവും ഒക്കെ കുറച്ച് മാറ്റിവെക്കണം. നിങ്ങൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട ബേപ്പൂർ അംഗം അദ്ദേഹം ഒന്ന് കരുതുന്നത് നല്ലതാണ്. 13-ൽ 12 ഞങ്ങൾ ഇപ്പുറത്തിരിക്കുമ്പോൾ ഒരാളാണ് അപ്പുറത്ത്. ഇനി അതുകൂടി ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നല്ലതാകുമെന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതോടൊപ്പം ഈ നാട്ടിൽ ശരത്ലാലും കൃപേഷും സുഹൈബും അരിയിൽ ശുക്കൂറും ആ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ നരാധമന്മാർ കഴിഞ്ഞ 10 വർഷക്കാലം ജയിലുകളിൽ സുഖവാസ കേന്ദ്രങ്ങളെ പോലെ പല വാർത്തകളും ഞങ്ങൾ കണ്ടു സാർ. ഈ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇനി എന്താണ് പോലീസ് എന്ന്, എന്താണ് ഭരണമെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന്, ഈ ഭരണകൂടത്തിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് സാർ. എന്തായാലും ആഭ്യന്തരമന്ത്രിയിലും ഈ മുഖ്യമന്ത്രിയിലും ഈ ബഡ്ജറ്റിലുമുള്ള വിശ്വാസം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ച് ഈ ബഡ്ജറ്റിനെ എല്ലാവരും പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം ഞങ്ങള് ഇന്നലകളിൽ സമരം നടത്തുമ്പോൾ പനിനീർ പൂവും അല്ലെങ്കിൽ ശരീരത്തിൽ പനിനീരും ഒഴിച്ച് സമരത്തെ വരവേറ്റവരായിരുന്നില്ല ഈ സർക്കാർ. പക്ഷെ എന്ന് കരുതി ഞങ്ങളുടെ തലതല്ലി പൊളിച്ച പോലെ, ഞങ്ങൾ ആക്രമിച്ച പോലെ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന വിശ്വാസം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണ മനസ്സാലെ പിന്തുണച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.